ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന് ചരിത്ര നേട്ടമുണ്ടാക്കിയ വർഷമാണ് 2023. തുടരെയുള്ള റെക്കോർഡുകൾ, മികച്ച ഉള്ളടക്കങ്ങൾ, പുതുമുഖ സംവിധായകർ, സാങ്കേതികവിദ്യ, സിനിമയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, ലോക സിനിമയ്ക്ക് മുന്നിൽ ഇന്ത്യൻ സിനിമയെ അടയാളപ്പെടുത്തിയ നിമിഷങ്ങൾ. അങ്ങനെ എണ്ണി പറയാൻ നേട്ടങ്ങളേറെയാണ്. മലയാളത്തിൽ നിന്ന് നോക്കിയാൽ രോമാഞ്ചം, 2018, RDX, കണ്ണൂർ സ്ക്വാഡ് എന്നീ സിനിമകളും, ഇന്ത്യൻ കണക്ക് പരിശോധിച്ചാൽ ഗദർ 2, പഠാൻ, ജവാൻ, ടൈഗർ 3, ആനിമൽ, പൊന്നിയിൻ സെൽവൻ 2, ലിയോ, ജയിലർ, വിക്രം എന്നിങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് നിറച്ച സിനിമകളും പിറന്നു. എന്നാൽ പ്രേക്ഷക പ്രതീക്ഷകളെ വാനോളം ഉയർത്തി വമ്പൻ പ്രൊമോഷൻ ഇവൻറ്റുകളുമായി എത്തിയ പല സിനിമകളും മുടക്കുമുതൽ പോലും ലഭിക്കാതെ പരാജയം ഏറ്റുവാങ്ങിയ വർഷം കൂടിയാണ് 2023. 1000-ലേറെ സിനിമകളാണ് ഇക്കൊല്ലം ഇന്ത്യൻ പ്രൊഡക്ഷനിൽ നിന്നുണ്ടായത്. എന്നാൽ 50-ൽ താഴെ സിനിമകൾ മാറ്റി നിർത്തിയാൽ പരാജയ സിനിമകളുടെ കണക്കുകളാണ് പറയാനേറെയും. അത്തരത്തിൽ ബോക്സ് ഓഫീസ് വിജയം ഉറപ്പിച്ച് തിയേറ്ററിൽ പരാജയമായി മാറിയ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പരാജയത്തിൽ ഒറ്റപ്പെട്ട എലോൺ. ഒരിടവേളയ്ക്ക് ശേഷം മോഹൻലാലും ഷാജി കൈലാസും ഒന്നിച്ച ചിത്രമായിരുന്നു എലോൺ. മോഹൻലാൽ മാത്രം കഥാപാത്രമായ ഒരു ചിത്രം. ജനുവരി 26-നാണ് കോവിഡ് പശ്ചാത്തലത്തിലൊരുങ്ങിയ എലോൺ റിലീസിനെത്തുന്നത്. നരസിംഹം, ആറാം തമ്പുരാൻ എന്നിവയുൾപ്പെടെ മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വാണിജ്യ ഹിറ്റുകളുണ്ടാക്കിയ മോഹൻലാൽ ഷാജി കൈലാസ് ജോഡി വീണ്ടും ഒന്നിക്കുന്നു എന്നത് തന്നെയായിരുന്നു സിനിമയുടെ ഹൈലൈറ്റ്. എന്നാൽ ഒരു ഹിറ്റ് പ്രതീക്ഷിച്ച ആരാധകരെ നിരാശപ്പെടുത്തുന്നതായിരുന്നു ചിത്രം. ഒരു OTT മെറ്റീരിയലായി ഒരുക്കിയ ചിത്രം എന്തിന് തിയേറ്റർ റിലീസ് ചെയ്തു എന്നായിരുന്നു പ്രേക്ഷകർ ചോദിച്ചത്. 15 കോടി ബജറ്റിലൊരുങ്ങിയ സിനിമയ്ക്ക് 1 കോടി കളക്ഷൻ പോലും സ്വന്തമാക്കാൻ സാധിച്ചില്ല. പരാജയത്തിൻ്റെ പടുകുഴിയിൽ മമ്മൂട്ടിയും. തിയേറ്റർ ഹിറ്റ് പ്രതീക്ഷിച്ച ഒന്നിലേറെ മമ്മൂട്ടി ചിത്രങ്ങളാണ് പരാജയപ്പെട്ടത്. വ്യത്യസ്ത കഥാപാത്രങ്ങളുടെ സ്വയം നവീകരിച്ച് അഭിനയിക്കുക എന്ന വഴി വെട്ടി മുന്നേറുന്ന നടനാണ് മമ്മൂട്ടി. പുതുമുഖ സംവിധായകരോടൊപ്പം വ്യത്യസ്തങ്ങളായ കഥ ചെയ്യുന്നതിൽ മമ്മൂട്ടി കൂടുതൽ താല്പര്യം കാണിക്കാറുമുണ്ട്. നൻപകൽ നേരത്ത് മയക്കം സിനിമാ നിരീക്ഷകരുടെയും വിമർശകരുടെയും ഹൃദയം കീഴടക്കിയെങ്കിലും തിയേറ്ററുകളിലേക്ക് ചിത്രം ആളെ എത്തിച്ചില്ല. ഈ വർഷം ആദ്യമെത്തിയ മമ്മൂട്ടി ചിത്രമായിരുന്നു ഫെബ്രുവരി 9-ന് പുറത്തിറങ്ങിയ ക്രിസ്റ്റഫർ. പോലീസ് വേഷങ്ങളിൽ മലയാള സിനിമാ പ്രേമികൾ ആഘോഷിച്ചിട്ടുള്ള താരം എന്ന നിലയിൽ ക്രിസ്റ്റഫറിലെ മമ്മൂട്ടി കഥാപാത്രവും ശ്രദ്ധ നേടി. എന്നാൽ 15 കോടി മുതൽ മുടക്കിൽ ഒരുങ്ങിയ മമ്മൂട്ടി ബി ഉണ്ണികൃഷ്ണൻ ചിത്രം 5 കോടിക്ക് താഴെയാണ് ആഗോളതലത്തിൽ സ്വന്തമാക്കിയത് എന്നാണ് റിപ്പോർട്ട്. തിരക്കഥയിലെ പോരായ്മകളാണ് സിനിമ നിരൂപകരും ചൂണ്ടിക്കാട്ടത്. അതോടൊപ്പം ആക്ഷൻ ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങിയ മറ്റൊരു മമ്മൂട്ടി ചിത്രമായിരുന്നു ഏജന്റ്. തെലുങ്ക് യുവതാരം അഖിൽ അക്കിനേനി നായകനായി മമ്മൂട്ടി കാമിയോ റോളിൽ എത്തിയ ചിത്രവും മറ്റൊരു പരാജയ സിനിമയായിരുന്നു. എന്നാൽ പിന്നീടിറങ്ങിയ മമ്മൂട്ടി ചിത്രങ്ങൾ ഈ പരാജയങ്ങളെ കവച്ചു വെക്കുന്നതായിരുന്നു. കണ്ണൂർ സ്ക്വാഡും കാതലും ബോക്സ് ഓഫീസിൽ മാത്രമല്ല പ്രേക്ഷക ഹൃദയത്തിലും ആഴത്തിൽ പതിക്കുന്നതായി മാറി. പരാജയ സിനിമകളെക്കുറിച്ച് പറയുമ്പോഴും 2023-ൽ തിയേറ്ററുകൾ ആഘോഷിച്ച സിനിമകളുടെ പട്ടികയിൽ മമ്മൂട്ടി ചിത്രങ്ങൾ മുന്നിലുണ്ട്. നിവിൻ പോളിയെ നിരാശയിലാക്കിയ 2023. ഏകദേശം 4 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം റിലീസ് ചെയ്ത രാജീവ് രവി ചിത്രമാണ് തുറമുഖം. നിവിൻ പോളി പ്രധാന വേഷത്തിലെത്തിയ സിനിമയുടെ ചിത്രീകരണം 2019-ൽ തന്നെ പൂർത്തിയായിരുന്നുവെങ്കിലും സിനിമ തിയേറ്ററിലെത്താൻ ഏറെ വൈകി. മട്ടാഞ്ചേരിയുടെ പോരാട്ട ചരിത്രത്തെ ദൃശ്യവൽക്കരിക്കുന്ന ചിത്രമാണ് തുറമുഖം എന്നുള്ളത് കൊണ്ട് തന്നെ സിനിമയ്ക്ക് ഹൈപ്പ് കൂടുതലായിരുന്നു. എന്നാൽ മാർച്ച് 10-ന് പുറത്തിറങ്ങിയ സിനിമ നിരൂപക ശ്രദ്ധ നേടിയെങ്കിലും ബോക്സ് ഓഫീസ് വിജയം സ്വന്തമാക്കിയില്ല. സിനിമയുടെ ദൈർഘ്യം, നീണ്ടുപോകുന്ന ഉള്ളടക്കം എന്നിവയാണ് സിനിമയെ പ്രേക്ഷകരുമായി അകൽച്ചയുണ്ടാക്കിയത് എന്നായിരുന്നു പ്രതികരണങ്ങൾ. നിവിൻ പോളിയുടെ രാമചന്ദ്ര ബോസ് ആൻഡ് കമ്പനിയും പരാജയം നേരിട്ട മറ്റൊരു ചിത്രമാണ്. ഹൈസ്റ്റ് ത്രില്ലർ ജോണേഴ്സിലിറങ്ങിയ ചിത്രത്തിൻ്റെ ട്രെയിലർ നൽകിയ പ്രതീക്ഷ സിനിമയ്ക്ക് നിറവേറ്റാൻ സാധിച്ചില്ല. 10 കോടി ബജറ്റിലൊരുങ്ങിയ സിനിമയ്ക്ക് 1 കോടി പോലും തിരിച്ചുപിടിക്കാൻ സാധിച്ചില്ല എന്നാണ് റിപ്പോർട്ട്. മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമകളിലും വമ്പൻ പരാജയ സിനിമകളുണ്ടായി. KGF-ന് ശേഷം തെന്നിന്ത്യ കീഴടക്കാൻ പോകുന്നുവെന്ന ചിത്രമായി ഹൈപ്പോടെയാണ് കബ്സ എത്തിയത്. കന്നഡ സിനിമാ ലോകത്തെ തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ച നടനും സംവിധായകനുമായ ഉപേന്ദ്രയുടെ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ചിത്രം എന്നതും കന്നഡ പ്രേക്ഷകർക്ക് ആവേശം ജനിപ്പിക്കുന്നതായിരുന്നു. ഇതുകൂടാതെ അടുത്ത കാലത്തുണ്ടായ മൾട്ടിസ്റ്റാർ ചിത്രം എന്ന നിലയിലും കബ്സ ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ മാർച്ച് 17 പുറത്തിറങ്ങിയ സിനിമ വിപണിയിൽ ലാഭമുണ്ടാക്കിയില്ല. 120 കോടി മുതൽ മുടക്കിൽ വമ്പൻ സെറ്റിൽ നിർമ്മിച്ച ചിത്രം ആഗോളതലത്തിൽ 34 കോടിക്കടുത്ത് മാത്രമാണ് സ്വന്തമാക്കിയത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ബോളിവുഡിലെ ഡിസാസ്റ്റർ. വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടും ഷാരൂഖ് ഖാൻ ചിത്രം പഠാൻ 1000 കോടിക്കുമേൽ നേടിയത് സിനിമയെ ആസ്വദിക്കാൻ കഴിയുന്ന എലമെന്റ്സ് പഠാനിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. അത്തരത്തിൽ ചരിത്ര വിജയം ഉണ്ടാകാൻ പോകുന്ന സിനിമ എന്ന തരത്തിലാണ് ആദിപുരുഷ് പ്രഖ്യാപിക്കപ്പെട്ടത്. ശരാശരിയിലും താഴെ അനുഭവം സമ്മാനിച്ച ചിത്രത്തിൻ്റെ വില്ലനായത് VFX തന്നെയായിരുന്നു. രാമനായി അഭിനയിച്ച പ്രഭാസിന് നേരെയും വിമർശനങ്ങൾ ഉയർന്നു. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബജറ്റിലൊരുങ്ങിയ ചിത്രം ആദ്യ ദിവസം 100 കോടിയാണ് സ്വന്തമാക്കിയത്. എന്നാൽ ആദ്യ പ്രതികരണങ്ങൾ എത്തിയതോടെ നിരവധി പ്രീ ബുക്കിംഗുകൾ അടക്കം പിൻവലിക്കുകയും 2ാം ദിവസം മുതൽ പ്രേക്ഷകരുടെ എണ്ണത്തിൽ ക്രമാതീതമായ കുറവ് സംഭവിക്കുകയും ചെയ്തു. ഹൈപ്പ് നൽകി നിരാശപ്പെടുത്തിയ കൊത്ത. പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽ ദുൽഖർ ആരാധകരെ ആവേശത്തിലാഴ്ത്തിയ ചിത്രമാണ് കിങ് ഓഫ് കൊത്ത. ദുൽഖറിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രൊജക്ട്. കൊത്തയ്ക്ക് ലഭിക്കുന്ന ഹൈപ്പ് പേടിപ്പെടുത്തുന്നതാണെന്ന് റിലീസിന് മുമ്പ് തന്നെ ദുൽഖർ പറഞ്ഞിരുന്നു. ആദ്യത്തെ പോസ്റ്റ് റിലീസ് മുതൽ ഉണ്ടായ ഹൈപ്പ് ചിത്രത്തിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആരും പ്രതീക്ഷിച്ചതല്ലെന്നും നടൻ പറഞ്ഞിരുന്നു.
ഇതേ ഹൈപ്പ് തന്നെയാണ് സിനിമയുടെ പരാജയത്തിനുള്ള ഒരു കാരണം. ഓഗസ്റ്റ് 26 പുറത്തിറങ്ങിയ ചിത്രം 30 കോടിക്കടുത്ത് മാത്രമാണ് സ്വന്തമാക്കിയത്. കോളിവുഡിന് ശകുനമായ ചന്ദ്രമുഖി 2. ഫാസിലിൻ്റെ ഓൾ ടൈം ക്ലാസിക് മണിച്ചിത്രത്താഴിന് രണ്ടാം ഭാഗം ഒരുക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ക്ലാസിക്കായി പോയ പടം രണ്ടാമത് ഉണ്ടാക്കുക എന്നത് ശരിയല്ല എന്നായിരുന്നു ഫാസിൽ നൽകിയ മറുപടി. എന്നാൽ മണിച്ചിത്രത്താഴിൻ്റെ തമിഴ് റീമേക്ക് ചന്ദ്രമുഖി ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ചന്ദ്രമുഖി 2 ഒരുക്കി. രണ്ടാം ഭാഗം എങ്ങനെയായിരിക്കും എന്ന ആകാംക്ഷ തന്നെ പ്രേക്ഷകർക്കുണ്ടായിരുന്നു. മാത്രമല്ല വടിവേലു മാത്രമായിരുന്നു ആദ്യ ഭാഗത്തെ പ്രതിനിധീകരിച്ചുണ്ടായിരുന്നത്. രാഘു ലോറൻസും ബോളിവുഡിൽ നിന്ന് കങ്കണ റണോത്തും ലക്ഷ്മി മേനോനും കേന്ദ്ര കഥാപാത്രമായ സിനിമയ്ക്ക് മോശം പ്രതികരണമാണ് ഏറെയും ഉണ്ടായത്. 65 കോടിയിൽ നിർമ്മിച്ച ചിത്രം 40 കോടിക്കും താഴെയാണ് സ്വന്തമാക്കിയത്. വലിയ പ്രതീക്ഷയോടെ വന്ന് ബോക്സ് ഓഫീസിൽ പരാജയം ഏറ്റുവാങ്ങിയ സിനിമകളുടെ കണക്കെടുത്താൽ ഇനിയും ഏറെയാണ്. ആഷിഖ് കപൂറിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രം നീലവെളിച്ചം, ദിലീപ് നായകനായ വോയിസ് ഓഫ് സത്യനാഥൻ, ബാന്ദ്ര, കുഞ്ചാക്കോ ബോബൻ്റെ ചാവേർ, പത്മിനി, ആസിഫ് അലിയുടെ കാസർകോൾഡ്, ധൂമം, ശാകുന്തളം, കൊറോണ പേപ്പേഴ്സ്, തങ്കം, കിസി കാ ബായ് കിസി കാ ജാൻ, വാക്സിൻ വാർ, റോക്ക് ഓർ റാണി കാ പ്രേം കഹാനി, ബോല, ചുപ്പ് എന്നിങ്ങനെ നീളുന്നു സിനിമകൾ. ബോക്സ് ഓഫീസിൽ വിജയിക്കാത്ത സിനിമകൾ മോശം സിനിമകൾ എന്ന് പറയാനും സാധിക്കില്ല. OTTയിലെത്തി ശ്രദ്ധ നേടിയ സിനിമകളും സ്ലീപ്പർ ഹിറ്റുകളും 2023 ഭാഗങ്ങളായി. ഒരു ദിവസം നിരവധി റിലീസുകളും സിനിമയുടെ കളക്ഷനെ ബാധിച്ചിട്ടുണ്ട് എന്നും നിരൂപകർ അഭിപ്രായപ്പെടുന്നു. 9 റിലീസുകൾ വരെ ഒരു ദിവസം ഉണ്ടായ സാഹചര്യവും സിനിമാ മേഖല സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല മോശം റിവ്യൂകൾ നൽകുന്നതാണ് പല സിനിമകളും പരാജയപ്പെടുന്നതടക്കമുള്ള അഭിപ്രായങ്ങളും എത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നും തുടരുകയാണ്.